ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രൊജക്ഷനെ കുറിച്ചിട്ടായിരുന്നു. പി എന്നൊരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിൽ ഉണ്ടാകുന്ന പ്രൊജക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ ഡൗട്ട് ചോദിച്ചു, മിസ് അത് എന്തുകൊണ്ടാണ് ആ പി എന്ന പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലെ ഏതൊരു പാർട്ടിലൂടെ മൂവ് ചെയ്താലും എന്തുകൊണ്ടാണ് പ്രൊജക്ഷൻ സർക്കിളിനുള്ളിൽ തന്നെ ആവുന്നത്? വേറെ ഡയറക്ഷനിലേക്കും പ്രൊജക്ഷൻ മാറാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആ ഡൗട്ട് ശരിയാണ്. ആ ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ സർക്കുലർ പാത്തിലെ ഏതൊരു പാർട്ടിലൂടെ മൂവ് ചെയ്താലും പ്രൊജക്ഷൻ സംഭവിക്കുന്നത് സർക്കിളിനുള്ളിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ആ സർക്കുലർ പാത്തിലെ ഏതൊരു പാർട്ടിലേക്കും ഏതൊരു പോയിന്റിലേക്ക് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്താലും പ്രൊജക്ഷൻ ഉള്ളിൽ തന്നെ ആവുന്നത്? അപ്പോൾ ഇതൊരു സർക്കുലർ പാത്ത്. ഇത് പി എന്ന പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ പൊസിഷൻ എ. അതിനുശേഷം പി എന്ന പാർട്ടിക്കിൾ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മറ്റൊരു പോയിന്റായി ഡിയിലേക്ക് മാറും. ഇതാണ് നമ്മുടെ XY കോർഡിനേറ്റ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പി എന്ന പാർട്ടിക്കിൾ. അപ്പോൾ പി എന്ന പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ പൊസിഷൻ എ ആയിരുന്നു. അതിനുശേഷം ഈ പി എന്ന പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ പൊസിഷൻ എ ആയിരുന്നു. അതിനുശേഷം ഈ പി എന്ന പാർട്ടിക്കിൾ എ എന്ന പൊസിഷനിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മറ്റൊരു പൊസിഷനായ ബി എന്ന പോയിന്റിലേക്ക് പോകുന്നു. പക്ഷെ അപ്പോൾ പ്രൊജക്ഷൻ സംഭവിക്കുന്നത് സർക്കിളിനുള്ളിലേക്കാണ്. ബോഡിയുടെ ആ ഒരു പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിക്കുന്നത് സർക്കിളിനുള്ളിലേക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രൊജക്ഷൻ ഇങ്ങനെ സർക്കിളിനുള്ളിലേക്ക് തന്നെ ആവുന്നത്? ഈ പാർട്ടിക്കിൾ ഈ സർക്കുലർ പാത്തിന്റെ ഏത് പാർട്ടിലൂടെ മൂവ് ചെയ്താലും പ്രൊജക്ഷൻ സംഭവിക്കുന്നത് സർക്കിളിനുള്ളിലേക്കാണ്. ഒരിക്കലും ആ പ്രൊജക്ഷന്റെ ഡയറക്ഷൻ മാറി പോകുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സർക്കുലർ പാത്തിന്റെ ഏതൊരു പാർട്ടിലേക്ക് ഈ പി എന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്താലും പ്രൊജക്ഷൻ സർക്കിളിനുള്ളിലേക്ക് തന്നെ സംഭവിക്കുന്നത്? ഇതിന്റെ റീസൺ വെച്ചാൽ ഇതിന്റെ കാരണം ശരിക്കും ഏതൊരു പാർട്ടിക്കിൾ ആണെങ്കിലും ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് സർക്കുലർ പാത്തിലാണ്. നമ്മുടെ പി എന്ന പാർട്ടിക്കിൾ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കുലർ പാത്തിലാണ്. അപ്പോൾ ഏതൊരു പാർട്ടിക്കിൾ ആണെങ്കിലും സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് അനുഭവിക്കുന്നുണ്ട്. അതിലൊരു ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്, മറ്റൊരു ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിക്കിളിനെ എപ്പോഴും സർക്കിളിന്റെ സെന്ററിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതേപോലെ തന്നെ മറ്റൊരു ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഫോഴ്സ് ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സർക്കുലർ പാത്തിൽ നിന്നും വിട്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എപ്പോഴും ഒരേ സമയം ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾ ഒരേ സമയം രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് അനുഭവിക്കുകയാണ്. ഒന്ന് സെൻട്രിപിറ്റൽ ഫോഴ്സ്, അതേപോലെ തന്നെ മറ്റൊരു ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എപ്പോഴും ഈ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിനെ ആ സർക്കുലർ പാത്തിന്റെ സെന്ററിലേക്ക് പുൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കുലർ പാത്തിൽ നിന്നും പുഷ് ചെയ്യാനാണ്, പാർട്ടിക്കിളിനെ വെളിയിലേക്ക് തള്ളിക്കളയാനാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പി എന്ന പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈ പി എന്ന പാർട്ടിക്കിൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് എപ്പോഴും ഈ പി എന്ന പാർട്ടിക്കിളിനെ ഈ സർക്കുലർ പാത്തിന്റെ ഏതൊരു പോയിന്റിലേക്ക് ഈ പി എന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്താലും സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈ പി എന്ന പാർട്ടിക്കിൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ഈ സർക്കുലർ പാത്തിന്റെ ഉള്ളിലേക്ക് മാത്രമേ സംഭവിക്കുകയുള്ളൂ. എപ്പോഴാണോ അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലാതെയാകുന്നത്, എപ്പോഴാണോ ഈ സർക്കുലർ പാത്ത് വിട്ടുമാറുന്നത്, ആ സമയം സെൻട്രിപിറ്റൽ ഫോഴ്സ് അവിടെ നിന്ന് ഇല്ലാതാവുകയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ വിൻ ചെയ്യുകയും പാർട്ടിക്കിൾ ഈ സർക്കുലർ പാത്തിൽ നിന്നും വിട്ടുവരികയും ചെയ്യും. അപ്പോൾ ആ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈ പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ സർക്കുലർ പാത്തിലെ ഏതൊരു പോയിന്റിലേക്ക് പി എന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്താലും പ്രൊജക്ഷൻ സർക്കിളിനുള്ളിലേക്ക് തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ള റീസൺ ഇതാണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴാണോ സർക്കുലർ പാത്ത് വിട്ടുമാറുന്നത് ആ സമയം അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലാതാവുകയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ വിന്നായി പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ നിന്ന് വിട്ടുവരികയും ചെയ്യും. അപ്പോൾ ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഏതൊരു പോയിന്റിലേക്ക് പി എന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്താലും സർക്കിളിനുള്ളിലേക്ക് തന്നെ പ്രൊജക്ഷൻ സംഭവിക്കാം? പി എന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയാലും പ്രൊജക്ഷൻ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്.
പിന്നെ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയാൽ പ്രൊജക്ഷൻ സംഭവിക്കുന്ന സർക്കിളിനുള്ളിലേക്കാണ്. അപ്പോൾ ഈ സർക്കുലർ പാത്തിലെ ഏതൊരു പോയിന്റിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്താലും പ്രൊജക്ഷൻ സംഭവിക്കുന്ന സർക്കിളിനുള്ളിലാണ്. അപ്പോൾ അതിനുള്ളൊരു കാരണം സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ എപ്പോഴാണ് സർക്കുലർ പാത്ത് വിട്ടുമാറുന്നത്, അത് ആ സമയം സെൻട്രിപിറ്റൽ ഫോഴ്സ് അവിടെ ഇല്ലാതാവുകയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ വിൻ ചെയ്യുകയും പാർട്ടിക്കിൾ ആ സർക്കുലർ പാത്തിൽ നിന്ന് വിട്ടുവരികയും ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സർക്കുലർ പാത്ത് എത്രത്തോളം നേരം സർക്കുലർ പാത്ത് അവിടെ ഉണ്ടാവുന്നു അത്രത്തോളം നേരം സെൻട്രിപിറ്റൽ ഫോഴ്സ് ആ ബോഡി ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് മൂലം ആ പാർട്ടിക്കിൾ സർക്കിളിനുള്ളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും കുറേയേറെ പുതിയ കൺസെപ്റ്റ്സും പുതിയ അമേസിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും ഫിസിക്സിന്റെ അമേസിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു പ്രൊജക്ഷൻ എന്ന ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോകാം. അതിനുശേഷം ഈ ചാപ്റ്ററിലെ പുതിയ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഈ ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.